അങ്കമാലി കിടങ്ങൂരിൽ ആന ഒരാളെ ചവിട്ടിക്കൊന്നു. കൊല്ലം സ്വദേശിയും ആനയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ഡ്രൈവറുമായ വിഷ്ണു എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പപ്പാൻ പ്രദീപ് പരിക്കുകളോടെ ചികിത്സയിലാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിച്ച മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. കാറും ഓട്ടോയും അടക്കം നിരവധി വാഹനങ്ങൾ ആന തകർത്തു. ഇടഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ആനയെ മയക്കുവെടി വെച്ച് തളച്ചു. ആന പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുഹമ്മദ് സ്വാലി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ 9:30 തൊഴിക്കാനായി എത്തിയ ആനയാണ് ഇടഞ്ഞത്. ആദ്യം ഈ ആനയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ഡ്രൈവർ വിഷ്ണുവിനെ നിലത്തടിച്ചും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ആനയുടെ പാപ്പാൻ പ്രദീപിനും പരിക്കേറ്റു. ആദ്യം അദ്ദേഹം ആശുപത്രിയിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇദ്ദേഹം അബോധാവസ്ഥയിലാവുകയും നിലവിൽ ICUവിൽ ചികിത്സയിലുമാണ് ഇദ്ദേഹം ഉള്ളത്. മറ്റൊന്നുള്ളത്, ഈ സ്ഥലത്ത് എത്തിയ ആന ഈ ആളുകളെ ഈ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ ശേഷം സമീപത്ത് നിന്ന് മാറാതെ നിൽക്കുകയായിരുന്നു. വിഷ്ണുവിനെയും പ്രദീപിനെയും ഇവിടെ നിന്ന് പുറത്തെത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഏറെ നേരം ശ്രമകരമായ ദൗത്യത്തെ തുടർന്നാണ് പരിക്കേറ്റ പ്രദീപിനെയും വിഷ്ണുവിന്റെ മൃതശരീരവും പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. ആദ്യം പരിക്കേറ്റ പ്രദീപിനെയാണ് പുറത്തെത്തിച്ചത്. പിന്നീട് വീണ്ടും ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് വിഷ്ണുവിന്റെ മൃതശരീരം പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. ആന ഈ ആളുകൾക്ക് മാത്രമല്ല വാഹനങ്ങൾക്കും നിരവധിയായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ ആന മീറ്ററുകൾ അപ്പുറത്തേക്ക് വലിച്ചെറിയുന്നത് കാണാമായിരുന്നു. ആന തള്ളി മാറ്റുന്നത് കാണാമായിരുന്നു. ആന കുത്തിമറിച്ചിടുന്നതും കാണാമായിരുന്നു. മറ്റൊന്നുള്ളത്, ഈ സമീപത്ത് ജനറേറ്ററുമായി നിലയുറപ്പിച്ചിരുന്ന ഒരു ലോറി ഉണ്ടായിരുന്നു. ആ ജനറേറ്റർ ആന മറിച്ചിട്ടിരിക്കുന്നു. മറ്റൊരു പെട്ടി ഓട്ടോ ഇവിടെ പൂർണ്ണമായും തലകീഴായി മറിച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സമീപത്തുള്ള 2 ബൈക്കുകളും ആന പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ നിലവിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ. ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് ചുറ്റുഭാഗം പൂർണ്ണമായി മതിലുകൾ ഉള്ളതിനാൽ ആനയ്ക്ക് ഈ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരും ആനയെ പുറത്തിറങ്ങുന്നതിൽ നിന്ന് തടയുകയായിരുന്നു. ഇത് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാകുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. മറ്റൊന്നുള്ളത്, ഈ പ്രദേശത്ത് വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടുകയും പോലീസ് അവരെ നിയന്ത്രിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നിലവിൽ വലിയ തോതിൽ അപകടങ്ങൾ ഇല്ലാതിരുന്നത് എന്നത് പറയേണ്ടതാണ്. പോലീസ് ഇവിടെ കൃത്യമായ സേവനം നൽകി. അതോടൊപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൃത്യമായ സേവനം നൽകി. ഏതായാലും ഇപ്പോൾ ആനയെ പൂർണ്ണമായി തളച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ആനയുടെ 4 കാലുകളും വടങ്ങൾ ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കുന്നു. ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കുന്നു. വടങ്ങൾ ഉപയോഗിച്ച് സമീപത്തെ ഒരു തെങ്ങിലേക്കും ആന തന്നെ തകർത്ത ഒരു തെങ്ങിന്റെ കുറ്റിയിലേക്കുമാണ് നിലവിൽ ആനയെ ബന്ധിച്ചിരിക്കുന്നത്. മഹേഷ്. മുഹമ്മദ് സ്വാലിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിൽ കിടങ്ങൂരിൽ ആനയെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് പക്ഷെ അതിൻ്റെ ആനയുടെ പാപ്പാൻ നേരത്തെ നിസാര പരിക്കുകളോടെയായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ചെറിയ പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് അവിടെ ആശുപത്രി അധികൃതർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.